എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് മാങ്കുളം ട്രക്കിങ്ങിനാണ്. മാങ്കുളത്ത് ഒരു 3 മണിക്കൂറിൻ്റെ ട്രക്കിങ്, അതിന് മേലെ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡിയാണ്, നമ്മുടെ ചേട്ടനും റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ പോണ്. ഒരു ചേട്ടാ എത്ര മണിക്കൂറിൻ്റെയാണ്? ഏറ്റവും വൈബ്. അപ്പോൾ നമ്മൾ ഏറ്റവും വൈബുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. വൺ സൈഡ് ഒന്നര അപ്പോൾ ഒരു 2 മണിക്കൂർ ഉണ്ടാവില്ലേ? ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രക്കിങ്ങിലാണ് അപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെടച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ ട്രക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ പിന്നിൽ വരുന്നതാണ്. എന്തായാലും ഇതിൽ കൂടെ തന്നെ നമ്മൾ കാണിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. ഞാൻ വണ്ടി കയറാൻ പോവാണ്. ട്രക്കിങ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ വണ്ടിയിൽ രാജുവേട്ടൻ ഉണ്ടോ നമ്മുടെ മെയിൻ ആള്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന്റെ വഴിയിലേക്ക് കയറാൻ കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ചെറിയ വഴിയാണ്. അടിപൊളി വൈബാവുന്നു. ചിലപ്പോൾ ഇവിടുത്തെ കടയിൽ കിട്ടും, സാധാ കടയിൽ. പോകുന്ന വഴിക്ക് നമ്മളിവിടെ വന്നിട്ട് വേണം. നമ്മുടെ ഗവൺമെന്റ് അത് നമ്മുടെ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വഴിയാണ്. സൈഡിലൊക്കെ എന്താണ് റബ്ബറാണ് തോന്നുന്നു. റബ്ബർ നിറച്ച് പാറക്കൂട്ടങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ഒരു ട്രക്കിങ് പോയിരുന്നു. അപ്പോൾ അതിനേക്കാളും അടിപൊളിയായിരിക്കും ഈ ട്രക്കിംഗ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ ചേട്ടൻ പറഞ്ഞത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നല്ല വൈബുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നാണ്. നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വോയിസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട, വേറെ ഒന്നല്ല, പറഞ്ഞ് നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെറുതെ വീഡിയോസ് മാത്രം ഉണ്ടാവുള്ളൂ. നമുക്കും വേണ്ട ഒരു റെസ്റ്റ്. പോകുന്ന വഴിക്ക് വേറൊരു വണ്ടി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചേട്ടാ, നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ വണ്ടിയൊന്നും വരില്ലല്ലോ? വരുമോ? നമ്മൾ ഈ പോകുന്നൊരു വഴിക്ക് ഒരു ജീപ്പ് മാത്രമാണ് കറക്റ്റ് പോകുന്നത് കേട്ടോ. അത് ചേട്ടൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പോസിറ്റും ട്രക്കിങ്ങിന് പോയി വണ്ടികൾ തിരിച്ചു വരുന്നതാണ്. നമുക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ ചെറിയ താമസമൊക്കെ ഉണ്ട് കേട്ടോ. ഈ റൂട്ടിലൂടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും നല്ല വീടുകളൊക്കെയാണ്, ചെറിയ വീടുകൾ. അപ്പോൾ ഇത്രയും വഴി നല്ല വഴിയായിരുന്നു. ഇനി ഓഫ് റോഡ് ശരിക്കും തുടങ്ങിയിട്ടില്ല, എന്നാലും അതുപോലൊക്കെ തന്നെ ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് മൊബൈൽ പുറത്തേക്ക് പിടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് ആകണത് ചിലപ്പോൾ മൊബൈൽ കയ്യിൽ നിന്ന് താഴെ പോവാം. കാരണം ഓഫ് റോഡല്ലോ. അപ്പോൾ സൈഡിലേക്കൊക്കെ പോയി ചിലപ്പോൾ മൊബൈലൊക്കെ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. താഴേക്ക് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ നമുക്ക് അത് ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയിലേക്ക് ആവും ചിലപ്പോൾ. ഗംഭീര റൂട്ടാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് അതിൽ വെള്ളമൊന്നുമില്ല. അയ്യോ കിട്ടു മക്കളെ, ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, ഒരു ജീപ്പ് കറക്റ്റാണ് പോകുന്നത്. അപ്പോൾ ആ വണ്ടി റിവേഴ്സ് പോകുന്നു. എൻ്റെ അമ്മ, ഞങ്ങളിവിടുത്തെ ഡ്രൈവർമാരെല്ലാം ഇവിടുത്തെ ചേട്ടന്മാർ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയണേ. ചേട്ടാ എത്ര വർഷം ഇവിടെ
ഞാൻ ഇവിടെ ജനിച്ചു വളർന്നത്. ഓ, നമ്മുടെ ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ നമ്മുടെ ചേട്ടന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഏതാണ് നമ്മുടെ ചേട്ടൻ? ചേട്ടൻ്റെ പേര് എന്നിട്ടാ? എൻ്റെ പേര് രതീഷ്. രതീഷ്. എൻ്റെ അളിയൻ്റെ പേരുണ്ടോ രതീഷ്? അപ്പൊ രതീഷ് ചേട്ടൻ നമുക്ക് നല്ല ഇൻട്രൊക്കെ തന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ബാക്കിലെ ചീപ്പ് നമ്മുടെ ബാക്കിൽ കൂടെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു വണ്ടിയുടെ ഹോണടിയൊക്കെ കേൾക്കുന്നുണ്ട്. ഓ, നമ്മുടെ ഓഫ് റോഡ് ഇപ്പോഴും കറക്റ്റ് തുടങ്ങിയിട്ടില്ല അല്ലേ ചേട്ടാ? ആ, 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫ് റോഡ് എന്ന് പറയുന്ന സംഭവം ശരിക്കും തുടങ്ങുന്നുള്ളൂ. ഇത് നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണ് കേട്ടോ. കൈ കളിച്ചു മൊബൈൽ പിടിച്ച് ഈ റൂട്ട് ഫുള്ള് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് മൊബൈൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട വരുന്നത് തോന്നുന്നു. കാരണം അതല്ലെങ്കിൽ നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് ഓഫ് റോഡ് തുടങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, എന്നാലും നമുക്ക് ഓരോ വഴികൾ കാണുമ്പോൾ നമുക്കത് എടുത്തു വയ്ക്കാൻ തോന്നുന്നില്ല ഗൈസ്. കാരണം അതുപോലുള്ള വഴി റൂട്ട് എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്നൊരു ഓഫ് റോഡ് പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഓഫ് റോഡ് പോയത് ഇന്നലെയാണ്. ഒരു ചെറിയൊരു ഓഫ് റോഡായിരുന്നു. ഇത് അധികം അടിപൊളിയാവും എന്നാണ് അവർ പറയണത്. ഇവിടെയൊക്കെ വണ്ടികൾ എടുക്കുന്നുണ്ട് കേട്ടോ. ബ്രീസ വണ്ടി എടുക്കുന്നുണ്ട്. ഹോം സ്റ്റേ, ഇതിനകത്ത് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഓരോ ബോർഡുകൾ കാണുന്നുണ്ട്. മാങ്കുളം ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ്, അപ്പൊ നമ്മള് ലോക്കൽ ഏരിയ നമ്മുടെ തീർന്നു കേട്ടോ. നമ്മളിനി ഫോറസ്റ്റിലേക്ക് കടന്നിക്കാണ്. പച്ചയാണ് അവരുടെ പൂജ. പൂവെടുക്കും. അവർ പച്ചയാണ്. ഇത് 1000കണക്കിന് രൂപയൊക്കെ ഈയിടെ ഇപ്പുണ്ടായിരുന്നു. അവരുടെ മൂപ്പം വന്ന് എടുത്തോണ്ട് പോയതാണ്. അതല്ലേ? ഓ, ആ മൂപ്പനെ എടുക്കും. പൈസ ഇരിക്കുന്നുണ്ടോ? ഓ, കണ്ടു. പൈസ ചില്ലറ പൈസ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ കൊടുക്കണം. ഇത് കേട്ടോ, ആദിവാസികളുടെ ഒരു പൂജ സ്ഥലം എന്നുണ്ട്. ഈറ്റ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ കുറേ ഉണ്ട് ഈറ്റയൊക്കെ. അപ്പോൾ അത് ആദിവാസികളുടെ ഒരു പൂജാ സ്ഥലം എന്നാണ് അവർ പറയുന്നത്. അവിടെ കുറേ വഴിപാടുകളൊക്കെ പൈസയൊക്കെ അവിടെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1000 രൂപ അവിടെ ഉണ്ട്. ആ മൂപ്പം വന്നിട്ട് അത് എടുത്തിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ലോക്കൽ ഏരിയ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ കടന്നു. കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഒരു പന ഉണ്ടോ? ഓ, യെസ്. അല്ലല്ല, ഇതൊരു 1000 മരം പറയും. ഇത് കാട്ടിനുള്ളിൽ ഉണ്ടാകുന്ന സാധനം. ഇത് കാട്ടിനുള്ളിൽ ആദിവാസികൾക്ക് എത്തിയിട്ട് കള്ള് കുടിക്കുന്ന ഒരു സംഭവമാണ്. കാട്ടിനുള്ളിലേ അവർ എത്തുള്ളൂ. ഇവിടെ ചെന്ന് തരാം. ഗൈസ്, ഇത് ആദിവാസികളുടെ ഒരു പനയാണ്. അവർ കള്ളു കുടിക്കുന്ന ഒരു പന. കാട്ടുപന എന്ന് പറയും. കാട്ടുപന എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ്. നല്ല അടിപൊളി നോക്കിയാ മരം. നോക്കി എന്നാ മരം അല്ലേ? സൈഡിലൊക്കെ നോക്കി നിറച്ച് ഈറ്റയൊക്കെ ഉണ്ട്. ഈറ്റ നമ്മുടെ അതിരപ്പള്ളി റൂട്ടിൽ കാണുന്ന ഈറ്റകളൊക്കെ തന്നെയാണ്. ഓ, സൈഡിൽ വ്യൂ. ഓ, എൻ്റെ അമ്മേ, റൂട്ടിലേക്ക് ഒരു പാറ. അതൊരു ചെറിയൊരു പാറയുമാണ് ആ ഒരു വലിയ പാറ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈറ്റ വെട്ടുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവര് ലോക്കൽ ഏരിയയിൽ അവര് ആദിവാസി ആൾക്കാരാണ്. അവര് പനയൊക്കെ ഈറ്റൊക്കെ വെട്ടുന്നുണ്ട് അവിടെ ഉണ്ടോ? ഓ, യെസ്. ചേട്ടാ, അവര് ഏത് ഗോത്രവർഗത്തിൽ അങ്ങനെ അറിയും? മുതുവൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ഈ ട്രൈബൽസ് ഉള്ളത് മുതുവൻ സമുദായത്തിൽപ്പെട്ട ചേട്ടന്മാരാണ്. നമ്മുടെ ഇവിടെ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഹെയർ പിൻ ബെൻഡ് കയറാൻ പോവാണ് കേട്ടോ. ബാക്കിലുള്ളവരൊക്കെ പിടിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണും ഞാൻ പിടിച്ചിരിക്കണം, അതെനിക്കറിയാം. അതല്ലെങ്കിൽ ഫോൺ പോയാൽ നമ്മുടെ ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല.
അപ്പോൾ കണ്ടോളൂട്ടോ ഗൈസ്, അടിപൊളി. അതിൻ്റെ അമ്മ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാർ എന്ന് പറഞ്ഞാൽ മൂന്നാർ ട്രക്കിംഗ് ഒന്നല്ല എന്ന് തോന്നുന്നു. മാങ്കുളം ട്രക്കിംഗ് അടിപൊളിയാണ്. ഇടുക്കി എന്ന് പറഞ്ഞാൽ മൂന്നാർ മാത്രമല്ല, മാങ്കുളം ഒരു രക്ഷയില്ല. നല്ല വൈബാണ് കേട്ടോ ഗൈസ്. ഓ, എൻ്റെ കൈ കളിച്ചു തുടങ്ങി. ചേട്ടൻ്റെ ഹോൺ അടിച്ചാൽ കയറുന്നത് ചിലപ്പോൾ വണ്ടിയൊക്കെ വേറെ ട്രക്കിങ്ങിന് പോയ വണ്ടി അവിടുന്ന് ചിലപ്പോൾ ഇറങ്ങി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടോ എന്നാ നോക്കിയേ, രക്ഷയില്ല. നമ്മൾ അവിടെ താഴെ നിന്നാണ് കയറി വന്നത് കേട്ടോ. എൻ്റെ അമ്മേ മക്കളെ, നമ്മുടെ റോഡ് നോക്കിയേ കേട്ടോ. ഗൈസ്, അവിടെ ഒരു നീല ഷീറ്റ് വിരിച്ച് കാണുന്നത് ആദിവാസികളുടെ ഏറുമാടാണോ? ആദിവാസികളുടെ ഏറുമാടാണ്. അവരവിടെയാണോ താമസിക്കുന്നത് ചേട്ടാ? നൈറ്റിൽ വന്നത് കാവലായിരിക്കും. ഇത് അവരുടെ പ്ലാന്റേഷൻ, മുളക് ഇതൊക്കെയായിട്ട് പ്ലാന്റേഷൻ. ഇത് ആദിവാസികളുടെ പ്ലാന്റേഷൻ ആണ്. അവിടെ താഴെ ഒരു ഷീറ്റൊക്കെ ഇട്ട ഒരു സംഭവം കാണുന്നുണ്ട് പച്ച കളറിൽ. അപ്പോൾ അവരവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ആ കൃഷി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയുള്ള അവരുടെ ഒരു ഏറുമാടാണ് അവിടെ കാണുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ മൃഗങ്ങൾ ഉള്ള സ്ഥലമായതുകൊണ്ട് അവരുടെ കൃഷി സ്ഥലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാച്ചിങ് ടവറും കൂടിയാണത്. അപ്പോൾ ഓക്കെ കേട്ടോ, വാ. നമ്മുടെ അവിടെയുള്ള കണിക്കൊന്ന നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ, ഇവിടെ കണിക്കൊന്നല്ലേ പറയാൻ? മഞ്ഞപ്പൂ. അതെ, മഞ്ഞക്കണി. ഇനി വേണമെങ്കിൽ വേറെ പറയാം, വിഷുപ്പൂവ്. അങ്ങോട്ട് പോയി ചർച്ച ഉണ്ട് താഴെ. താഴെ ഒരു ചർച്ച് കാണുന്നുണ്ട്. അത് നിങ്ങൾ അതിന്റെ സൈഡും വഴി താഴെ വന്നു. അതിന് താഴെ നമ്മൾ കയറിയ ആ താഴെ ഇത്ര ഹൈറ്റ് നമ്മൾ കയറി. ഞാൻ പറഞ്ഞില്ല, മല കയറുന്നു. ഗൈസ്, ആ ചർച്ച് കണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. അതിന് താഴെ ആണ് ഈ നമ്മുടെ മാങ്കുളം ഒരു ആനക്കുളം ഉള്ളത്. അവിടെ നിന്ന് ഇത്രയും ഹൈറ്റിലേക്ക് നമ്മളിപ്പോൾ കയറി പോന്നു. എൻ്റെ അമ്മേ, എത്ര അടിയോളം ഉണ്ടാവും ചേട്ടാ? ഏതാണ്ട് 2000 മേളിലുണ്ടാവും. ഒരു നമ്മളിപ്പോൾ നിന്നോടത്ത് നിന്ന് നമ്മളൊരു 2000 അടി നമ്മൾ മുകളിലേക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ഏകദേശം പറഞ്ഞു കേട്ടോ. ഒരു ഏകദേശം ആണ്. പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്ന വഴിക്ക് ട്രൈബൽസിൻ്റെ ചെറിയ വാച്ചിങ് ടവർ. ഇതും ട്രൈബൽസിൻ്റെ ഏറുമാടം. ഇതൊരു ചെറിയൊരു അവരുടെ ഒരു റെസ്റ്റിംഗ് ഏരിയ കൂടിയാണ് കേട്ടോ. വണ്ടി വരുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മുടെ ആ മല കാണുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഇത് ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇടുക്കി, അപ്പുറത്തെ മല എറണാകുളം മലയാറ്റൂർ ഡിവിഷനാണ്. ഗൈസ്, ഇവിടുത്തെ മരമൊക്കെ നോക്കി, എന്നാ നോക്കിയേ കണ്ടോ? അങ്ങനെ നീളത്തിൽ പോയിക്കാണ്, നല്ല ഹൈറ്റിൽ, അത് ഒരേ വലുപ്പത്തിൽ. ചേട്ടാ, ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന മരം ഏതാ? ഇങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ പല സൈസിലുള്ള പലതരം മരങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ട്രൈബൽസിൻ്റെ ഒരു കാപ്പി തോട്ടാണ്. കുരുമുളക്. ഈ സൈഡിൽ കുരുമുളക് ഉണ്ട്, ഒരു സൈഡിൽ കാപ്പി തോട്ടാണ്. ഈ കാണുന്ന സൈഡിൽ മൊത്തം കാപ്പിയാണ്. ഇപ്പുറത്തെ സൈഡിലും കുരുമുളക് രണ്ടും ഉണ്ട് കേട്ടോ. ഏലം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർക്ക് നല്ല വരുമാന മാർഗമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അപ്പോൾ അവർക്ക് നല്ലൊരു വരുമാന മാർഗം ഗവൺമെന്റ് വെച്ച് കൊടുക്കുന്ന വീടുകൾ. അതല്ലേ, ഇതിനകത്ത് കുറെ ആൾ താമസിക്കും, കുറെ ആൾ താമസിക്കില്ല. അതൊക്കെ കാണുന്ന വീട്, അത് കൂട്ടി വീട്ടിൽ ആൾക്കാർ താമസം മൊത്തം
അത് കണ്ടോ? അതിലാണ് താമസം. ഗവൺമെന്റ് വെച്ചു കൊടുക്കുന്നത്. കൂട്ട് വീട്ടിലാണ് താമസം മൊത്തം. ഗൈസ്, അപ്പൊ ഇവിടെ ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒരു വീടൊക്കെ, നല്ല വീടുകൾ, അതായത് വാർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ അതിൽ താമസിക്കുന്നത് കുറവാണ്. അവരിതാ ഇതുപോലെയുള്ള ഓലമേഞ്ഞ ചെറിയ കുടിലുകളിലാണ് അവർ കൂടുതലും സമയം ചെലവഴിക്കുന്നത്, അതായത് കിടന്നുറങ്ങുന്നതൊക്കെ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവർക്ക് മണ്ണിന്റെയും മരത്തിന്റെ ഒക്കെ ഒരു ഗന്ധം ഉണ്ടെങ്കിൽ അവർ. ഓ ഗൈസ്, അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ സൈഡെല്ലാം വേണ്ടോ, ഇതൊക്കെ ഗവൺമെന്റ് വെച്ച് കൊടുത്തിരിക്കുന്ന വാർപ്പ് വീടുകളാണ്. പക്ഷെ അതിലൊന്നും അവർ താമസമില്ല. ഓ, നല്ല വീടുകളാണല്ലേ. പക്ഷേ അതിനകത്ത് ഒരു 90% ആൾക്കാരും ഇങ്ങനത്തെ വീട്ടിൽ കിടക്കും. ഒരു 90% ആൾക്കാരും അവരുടെ ഒരു മേക്കിംഗ് ആയ ചെറിയ കുടിലുകളിലാണ് ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങുന്നത്. തേനീച്ച കൂടുകളാണ് ഇത്. വെച്ചാക്കുന്നതിന് രണ്ടുണ്ടർത്ഥം. ഒന്ന്, ആന കയറില്ല. രണ്ടാമത്, നമ്മള് ശരിക്കും പറഞ്ഞാല് നല്ല പ്യൂർ ഹണിയും കിട്ടും. പിന്നെ ആന കയറുകയില്ല. പിന്നെ ഒന്ന് കട്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അധികം സംസാരമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഓഫ് റോഡ് ഞാൻ കാണിച്ചു തരാം. ആണുങ്ങൾ പോവില്ല അല്ലേ? ഓ, അപ്പോൾ അപ്പോൾ അവിടെ ഇരിക്കുന്ന വിറകുകളുടെ ചേട്ടൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ആദിവാസി സ്ത്രീകളാണ് ഇവിടെ വിറക് തേടി പോകുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മഴക്കാലത്തിന് ആവശ്യമായ വിറകുകളാണ് ഇവിടെ ആ ചെറിയ കെട്ടുകളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ മഴക്കാലത്ത് അവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. ഇവിടെ കണ്ടോ, അവിടെ ചെറിയ ചെറിയ എന്താ പറയുക, കൂനകളായിട്ട് വിറക് ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മഴക്കാലത്തുള്ള അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. വെള്ളത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. പിന്നെ മഴക്കാലത്ത് ഇവിടെ എല്ലാം നിറച്ച് വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഈ പാലത്തേലൊക്കെ നിറയെ വെള്ളമായിരിക്കും. അപ്പോൾ ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കണ്ടോളൂ കേട്ടോ. വല്ലാത്തൊരു ട്രക്കിംഗ് ആണ്. കണ്ടില്ല. ഗൈസ്, പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഇവിടെ ട്രൈബൽസിൻ്റെ സ്ത്രീകളുടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കരുത് എന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഇവിടെയുള്ള ഈ നമ്മുടെ ട്രക്കിന് വരുന്ന ചേട്ടന്മാരും തമ്മിലുള്ള ഒരു ധാരണ. അതെന്താ വെച്ചാൽ അവരുടെ എന്താ പറയുക, ചേട്ടന്മാർ ഫോറസ്റ്റുകാരും തമ്മിലുള്ള ഒരു ധാരണയാണ് ഇത് കേട്ടോ. ഇതിനെ മുന്നിൽ പോയി നിന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ജീപ്പിൽ അവർ നടന്നു പോയിട്ടേ അതിന് മുകളിൽ പോയി ജീപ്പ് കയറി വന്നിട്ടുണ്ട്. വല്ലാത്ത വഴി നമ്മുടെ. എൻ്റെ അമ്മ, നമുക്ക് നമ്മുടെ വഴി കറക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാനേ എൻ്റെ അമ്മ ഇരിക്കാൻ പറ്റില്ല. നേരെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് കാണിക്കാം. നമുക്ക് പുറത്തേക്ക് മൊബൈൽ പിടിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. വണ്ടി അവിടെ നിർത്തുന്നുണ്ട്. വണ്ടി അപ്പുറം നിർത്തുന്നുണ്ട്. ഈ സാധനം ശരിയല്ല. ഇതൊക്കെ ലേഡീസ് വെട്ടിട്ട് ഇരിക്കുന്ന മരങ്ങളാണ് കേട്ടോ. കണ്ടോ, അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് വെച്ചാൽ ഇവിടെ തേൻ വെച്ചിരിക്കുന്നുണ്ട്, തേൻ ബോക്സുകൾ വെച്ചിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ തേൻ ബോക്സുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആന വരില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം അത് ചേട്ടാ, ഈ തേൻ വെച്ചാൽ ആന വരില്ല എന്ന് പറയുന്നത് ആനയുടെ തുമ്പിക്കൈയിൽ ഈച്ച കയറി കുത്തും. ആനയുടെ തുമ്പിക്കൈയിൽ ഈ തേനീച്ച കയറി കുത്തുന്നത് കൊണ്ട് ആന ഈ ഭാഗത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. നല്ല കിളികളുടെ ശബ്ദവും നല്ല വെറൈറ്റി ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതാണ്ടാ, ഇതാണ് മൂട്ടിപ്പുളി എന്ന് പറയുന്ന ഒരു മരം. മൂട്ടിലുണ്ടാകുന്ന പുളി. മൂട്ടിപ്പുളി എന്ന് പറയുന്ന ഒരു മരമാണ് ഈ കാണുന്നത്. അതായത് ഈ മരത്തിന്റെ താഴെയാണ്
പുളി ഉണ്ടാവുള്ളൂ. മറ്റേ നാട്ടുപുള്ളിക്ക് എകരത്തേക്കൂടെ ഉണ്ടാവും. തൊട്ട് കഴിയാം. അല്ല നമ്മൾ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്തോ അത് നമ്മൾ ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ ഇറങ്ങാം. കാരണം അവിടെയാണ് നമുക്ക് എല്ലാ കാര്യം ഉറക്കും. അപ്പോൾ അടിക്കുന്നവർക്ക് അടിക്കാം. ആന ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ആന ഉണ്ടെങ്കിൽ മാത്രം ആന കൂടുതൽ കാണാൻ നിങ്ങൾ തന്നെ ആന ചേട്ടാ എല്ലാ സിംഗവും ചീറ്റ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ സിംഹം? അല്ലാതെ ബാക്കി എല്ലാം സിംഹം ചീറ്റപ്പുലി അല്ലാതെ അത് മാത്രമല്ലാതെ ബാക്കി എല്ലാ മൃഗങ്ങളും ഈ കാട്ടിൽ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഈ സമയത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ വഴി കൂടെ കിട്ടും. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇവിടെ പുതിയ ആദിവാസി വെട്ടിക്കൊന്നത് കേസെടുക്കണം. ആദിവാസിനെ ചെയ്യാൻ വേണ്ടിയല്ലേ അതിനെടുത്ത് കുറഞ്ഞു അതിന് കേസായില്ലേ? കേസ് എടുക്കണം നമ്മൾ ഇതൊക്കെ ആന കയറിട്ട് അവർക്ക് പറഞ്ഞല്ലോ. ഈ താഴെ കാണുന്ന അപ്പുറത്തെ സൈഡിൽ കാണുന്ന അതെന്താണ്? കൃഷിയാണോ ചേട്ടത്? കാട് കൃഷിയൊന്നുമില്ല. ഓ ഇവിടെ കൃഷിയൊന്നുമില്ല. അവിടെ വെറുതെ കാട്ടിലെ മരങ്ങളും ചെടികളും മാത്രമാണ്. ആ സൈഡില് ഇന്നലെ ആന വന്നിട്ട് ആകെ അടിച്ച് തകർത്തിട്ടിരിക്കുന്നൊരു സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാലൊക്കെ കാണുന്നുണ്ട്. മൂന്നാല് കമ്പി ഉണ്ട് ഇവിടെ. അതിലൊരു കമ്പി പോയി പോയി. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കുമല്ലോ ചേട്ടാ? ഫുള്ള് വെള്ളം. അതിന് വെള്ളത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. അപ്പൊ ഗൈസ് നമ്മളിത് കുറച്ച് യാത്ര ചെയ്തിട്ട് നമ്മളിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ജീപ്പ് അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൂടെയുള്ള ജീപ്പ് അവിടുന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. മഴക്കാലങ്ങളിലൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും. നമ്മുടെ കൂടെയുള്ള അടുത്ത ജീപ്പ് ഇതാ ഇറങ്ങി വരുന്നത് കണ്ട ഗൈസേ, കണ്ട. ഉണ്ടോ ട്രക്കിങ്? നമ്മൾ വന്ന ട്രക്കിംഗ് വഴി വരണുണ്ടോ? ജീപ്പ് വരുന്നത് കണ്ട എന്നാ നോക്കൂ. അയ്യോ ലൈറ്റൊക്കെ ഇട്ട വരണേ ചേട്ടന്മാര്. ഞങ്ങള് ഫസ്റ്റ് എത്തിയേ. പൊളിക്ക് വച്ചാനെ. അപ്പൊ നമ്മളിവിടെ ഒരു കുറച്ചു നേരം റെസ്റ്റ് ടൈമാണ്. കാരണം ആകെ തണ്ടലും കയ്യും കാലൊക്കെ തവിട്ട് പൊടിയായി. അപ്പോൾ മക്കളെ മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും. നല്ല എന്താ പറയുക, വെള്ളച്ചാട്ടം നല്ല അടിപൊളി കാഴ്ച ആണ്. കാരണം വെച്ചാൽ ഇതാ അവിടെ നിന്ന് വെള്ളം വന്നിട്ട് ഇതായത് ഈ കൂടെ വെള്ളം വന്ന് ചാടിയതാ ഇങ്ങനെ പോവും കണ്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്കിവിടെ കാണാമായിരുന്നു. നല്ല ചീവീടിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതാ ഈ മരത്തുമെന്ന് നല്ല ചീവീടുകളുടെ ഒരുപാട് ശബ്ദം കേൾക്കാനുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. നമ്മൾ അപ്പോൾ ഇവിടെ നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട് ഗൈസ്. ഇത് നമ്മൾ കുടിക്കാൻ പോണോ ഈ വെള്ളം?
ഓ നല്ല തണുണ്ട് ഗൈസ്. എവിടെ? ആ അതെ, ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. ആ ഇവിടെ കിട്ടിയടാ ഗൈസ്. അപ്പൊ നമ്മുടെ ട്രക്കിക്ക് ഈ പ്ലേസ് കുറച്ച് ഡേഞ്ചർ ഏരിയ ആണെന്ന് ചേട്ടന്മാര് പറയുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് അധികം കയറി പോകുന്നില്ല. കാരണം ചേട്ടന്മാര് പറഞ്ഞത് അങ്ങോട്ട് അധികം കയറി പോയി തിരിച്ചിങ്ങോട്ട് കിട്ടുമെന്നുള്ളത് തന്നെ ഡൗട്ടാണെന്നാണ് ആ ചേട്ടന്മാര് പറയുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഇവിടെ 11:45 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളിപ്പോൾ 1500 അടി മുകളിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ആനക്കുളം നമ്മൾ ആനന്ദകാണ്ട സെന്ററിൽ നിന്ന് പോന്നിട്ട് ഇനി പോയിട്ട് ഒരു ചെക്ക് ഡാം, ഒരു വാട്ടർഫോള്, കുറച്ച് ആളോട് കാണാനുണ്ട്. ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ്. സ്വന്തപ്പന്റെ വീഡിയോ വീണ്ടും തുടരുന്നതായിരിക്കും. വണക്കം. നമ്മുടെ ട്രക്കിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വേറെ ഒന്നല്ല, കുറച്ച് ലെങ്ത് വീഡിയോ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് ആ ഒരു റേഞ്ചിൽ നമ്മൾ 10 മിനിറ്റ് അല്ല അതിന് മേലെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. ആ വഴി നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ട്രക്കിങ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.